ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC 2024-25 സീസണിൽ തോൽവിയോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. സീസണിന്റെ ആദ്യ മത്സരത്തിൽ സ്വന്തം തട്ടകമായ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 1-2 പഞ്ചാബ് FCയോട് പരാജയപ്പെടുകയായിരുന്നു. അവസാന 9 മിനിറ്റിലായിരുന്നു 3 ഗോളുകളും. അതിൽ തന്നെ ഇഞ്ചുറി ടൈമിൽ ഇരു ടീമും ഓരോ ഗോൾ വീതം സ്വന്തമാക്കി. ക്യാപ്റ്റനും പ്ലേ മേക്കറുമായ അഡ്രിയാൻ ലൂണയുടെ അഭാവത്തിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ ഇറങ്ങിയത്. സെപ്റ്റംബർ 22 ഈസ്റ്റ് ബംഗാൾ FCക്കെതിരെയാണ് 2024-25 സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം നടക്കാൻ പോകുന്നത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തന്നെയാണ് ഈ പോരാട്ടവും അരങ്ങേറുക. ഈസ്റ്റ് ബംഗാൾ ക്ലബിനെതിരായ മത്സരത്തിന് മുമ്പ് സൂപ്പർ താരം അഡ്രിയാൻ ലൂണ തിരിച്ചെത്തുമെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായ മൈക്കൽ സ്റ്റാറെ അറിയിച്ചിരിക്കുകയാണ്. പഞ്ചാബ് FCക്കെതിരായ മത്സരത്തിന് ശേഷം നടത്തിയ പ്രതികരണത്തിലായിരുന്നു ലൂണ തിരിച്ചെത്തുന്നതിനെ കുറിച്ച് സ്റ്റാറെ സൂചിപ്പിച്ചത്. ലൂണയ്ക്ക് പരിക്കില്ലെന്നും അസുഖബാധിതനായതുകൊണ്ടാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇറങ്ങാതിരുന്നത് എന്നും സ്റ്റാറെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2021 മുതൽ ബ്ലാസ്റ്റേഴ്സിനൊപ്പം അഡ്രിയാൻ ലൂണ കളിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ക്ലബായ മെൽബൺ സിറ്റി FCയിൽ നിന്നായിരുന്നു ലൂണ കൊച്ചി ക്ലബിലേക്ക് എത്തിയത്. പരിക്കിനെ തുടർന്ന് 2023-24 സീസണിൽ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പകുതിയോളം മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. പ്ലേ ഓഫിലായിരുന്നു പിന്നീട് താരം മൈതാനത്തേക്ക് തിരിച്ചെത്തിയത്. 32-കാരനായ ലൂണ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ ഇതുവരെ 61 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. 15 ഗോൾ സ്വന്തമാക്കുകയും 20 ഗോളിന് അസിസ്റ്റ് നടത്തുകയും ചെയ്തു. ക്ലബ് കരിയറിൽ ഇതുവരെ ആകെ 62 ഗോളും 66 അസിസ്റ്റും ലൂണയ്ക്കുണ്ട്. 2027 മെയ് 31 വരെ ബ്ലാസ്റ്റേഴ്സിൽ തുടരാനുള്ള കരാറിലാണ് നിലവിൽ ലൂണ ഒപ്പുവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ സീസണിൽ പരിക്കേറ്റ ലൂണയ്ക്ക് നിരവധി മത്സരങ്ങൾ നഷ്ടമായിരുന്നു. ലൂണയുടെ അഭാവത്തിൽ സീസണിന്റെ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചടി നേരിടുകയും ചെയ്തു. പ്ലേ ഓഫിലെത്തിയെങ്കിലും മഞ്ഞപ്പടയ്ക്ക് സെമിയിലേക്ക് എത്താനായില്ല. ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടികളിലൊന്നായിരുന്നു ലൂണയുടെ പരിക്ക്. ലൂണയില്ലാതെ കളിച്ച മത്സരങ്ങളിൽ ആ കുറവ് വളരെ പ്രകടവുമായിരുന്നു. മഞ്ഞപ്പടയിൽ ലൂണയ്ക്ക് പകരമെത്താൻ ഇതുവരെ മറ്റൊരു താരത്തിനും ആയിട്ടുമില്ല. ലൂണയുടെ അഭാവത്തിൽ ഇറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച് ലൂക്ക മൈസിനും ഫിലിപ്പ് മിർലാക്കും പഞ്ചാബിനായി വലകുലുക്കിയപ്പോൾ ജസൂസ് ജിമിനസ് ആണ് മഞ്ഞപ്പടയുടെ ആശ്വാസ ഗോൾ നേടിയത്. ലൂണയുടെ അഭാവം മഞ്ഞപ്പടയുടെ കളിയിൽ നിഴലിച്ചു നിന്നിരുന്നു. ലൂണ ഇല്ലാത്തതിനാൽ മിലോസ് ഡ്രിൻസിച്ചാണ് മഞ്ഞപ്പടയെ ഈ കളിയിൽ നയിച്ചത്. ഈ മാസം 22 ഈസ്റ്റ് ബംഗാളിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ചിരവൈരികളായ ബംഗളൂരു FCക്കെതിരായ ആദ്യ പോരാട്ടം ഒക്ടോബർ 25 കൊച്ചിയിലും എവേ പോരാട്ടം ഡിസംബർ 7 നടക്കും. മഞ്ഞപ്പട ആരാധകർ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരങ്ങളാണിത്.